എൻ്റെ കുട്ടി പഠിക്കുന്നില്ല, മുഴുവൻ സമയം കളിയാണ്, ഒരു ശ്രദ്ധയുമില്ല, പറഞ്ഞ അനുസരണമില്ല. ഇതൊക്കെ എല്ലാ വീട്ടിലും നടക്കുന്ന കാര്യങ്ങളാണ്. ഇതിനൊക്കെ ചെറിയ സൊല്യൂഷൻസ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നിങ്ങളുടെ കുട്ടി പഠിക്കാത്തതിന് പിന്നിൽ സാധാരണയായിട്ട് എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും. ഒരു പക്ഷേ കുട്ടിക്ക് പഠനത്തോടുള്ള ഭയമായിരിക്കാം, പേടിയായിരിക്കാം, അല്ലെങ്കിൽ അത് മനസ്സിലാകാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ശ്രദ്ധക്കുറവ് കാരണമായിരിക്കാം, അല്ലെങ്കിൽ ആത്മവിശ്വാസക്കുറവുണ്ടായിരിക്കാം. ഇങ്ങനെ പലതുമാകാം. കുട്ടിയെ കുറ്റപ്പെടുത്തുന്നതിനേക്കാൾ ശരിയായിട്ടുള്ള രീതിയിൽ അവർക്ക് പിന്തുണ നൽകുമ്പോൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ നല്ല മാറ്റം കുട്ടിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. ആദ്യം തന്നെ കുട്ടിക്ക് സേഫ് ആയിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാക്കുക. കുട്ടി പഠനം ഒഴിവാക്കുന്നത് പലപ്പോഴും പേടി കൊണ്ടാണ്. മാർക്ക് കുറവായല്ലോ, നീ എന്താ ഇങ്ങനെ, അവൾ എപ്പോഴും ഫസ്റ്റാണ്, അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കൂ, അല്ലെങ്കിൽ നിന്റെ ഒപ്പം പഠിക്കുന്ന മറ്റു വ്യക്തികളെ നോക്കൂ. ഇങ്ങനെ തരത്തിലൊക്കെയുള്ള താരതമ്യവും ചീത്തയും ഒക്കെ കേട്ട് കഴിഞ്ഞാൽ കുട്ടിയുടെ ആത്മവിശ്വാസം താഴും. പിന്നെ പുസ്തകം തുറക്കാൻ പോലും മടിയാകും. പഠനത്തിലെ വെല്ലുവിളികളെ പറ്റി കുട്ടികളോട് സംസാരിക്കുകയും അവരുടെ നിരന്തരമായിട്ടുള്ള ശ്രമത്തെ പ്രശംസിക്കുകയും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുമ്പോൾ കുട്ടികളെ അതൊരു വിധത്തിൽ നന്നായിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതിനാൽ ആദ്യം ഒരു ശാന്തമായിട്ടുള്ള ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ പറ്റുന്ന ഒരു സമയം കണ്ടെത്തുക. പ്രത്യേകിച്ച് വൈകുന്നേര സമയങ്ങളിലൊക്കെ, അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട്. മോനെ, മോളെ, ഏത് വിഷയമാണ് നിനക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത് ചോദിച്ച് മനസ്സിലാക്കുക. ക്ലാസ്സിൽ ടീച്ചർ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ഹോംവർക്ക് തുടങ്ങുമ്പോൾ കുട്ടിക്ക് മടി, ഭയമൊക്കെ ഇത് കാണുന്നുണ്ടോ? ഇവിടെ അവരെ ഉപദേശിക്കാൻ പോകാതെ കൃത്യമായിട്ട് അവർ പറയുന്നത് കേൾക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക. രണ്ടാമത്തെ കാര്യം, ആദ്യത്തെ ഞാൻ പറഞ്ഞു കുട്ടിക്ക് സേഫ് ആയിട്ടുള്ള ഫീൽ ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം, ദിവസേന ഒരു റുട്ടീൻ അല്ലെങ്കിൽ പഠന സിസ്റ്റം ഉണ്ടാക്കുക. ഒരു സിസ്റ്റത്തിലൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പഠിക്കാൻ മൂഡ് വരുമ്പോൾ പഠിക്കാം എന്നത് കുട്ടികളിൽ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു കാര്യമൊന്നുമല്ല. അതിനാൽ ദിവസേന ഒരു നിശ്ചിത സമയം, ഒരു നിശ്ചിത സ്ഥലം ഉണ്ടായിരിക്കണം. ഇതായിരിക്കണം അവർക്ക് വേണ്ട കാര്യം. ഹോംവർക്കിന് ഒരു റുട്ടീൻ ഉണ്ടാകുന്നത് കുട്ടിക്ക് സ്ഥിരതയും എളുപ്പവും നൽകുന്നതായിട്ട് നമ്മൾ കണ്ടുവരുന്നുണ്ട്. ഒരു എളുപ്പമാർഗം ഞാൻ പറഞ്ഞുതരാം. സ്കൂളൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം എന്തായാലും കുറച്ച് സമയം വിശ്രമിക്കാനുള്ള അവസരം കൊടുക്കുക. ചെറിയൊരു ഭക്ഷണവും സ്നാക്സോ എന്തെങ്കിലും കൊടുത്തതിന് ശേഷം ഒരു 45 മിനിറ്റ് പഠിക്കാനുള്ള ഒരു സമയം കൊടുക്കുക. ഒരു പക്ഷേ ചില കുട്ടികൾക്ക് കളി കഴിഞ്ഞ് വന്നിട്ടായിരിക്കാം, പ്രത്യേകിച്ച് ആൺകുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ വൈകുന്നേരം ഫുട്ബോൾ കളിക്കാനോ അല്ലെങ്കിൽ അതുപോലെ പുറത്ത് പോകാനൊക്കെ ആഗ്രഹിക്കുന്ന കുട്ടികൾ അവർ പുറത്തു പോയി 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ കളിച്ചിട്ട് വന്നതിന് ശേഷം അവർക്ക് നിർബന്ധമായും ഒരു 45 മിനിറ്റ് സമയം പഠനത്തിന് വേണ്ടിയിട്ട് കൊടുക്കണം. നിർബന്ധമാക്കി വെക്കുക. 10 മിനിറ്റ് അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് എടുക്കുക. 30 മിനിറ്റ് റിവിഷന് വേണ്ടിയിട്ടും വായനയ്ക്ക് വേണ്ടിയിട്ടും മാറ്റി വെക്കുക. അത് കഴിഞ്ഞിട്ട് അവർ കളിക്കട്ടെ, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ, ചിത്രം വരയ്ക്കട്ടെ, ഡാൻസ് കളിക്കട്ടെ, പാട്ട് കേൾക്കട്ടെ. മൂന്നാമത്തെ കാര്യം, പഠന പരിസ്ഥിതി അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻ കുറയ്ക്കുക. ഒരു അന്തരീക്ഷം ഉണ്ടാക്കുക. പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അന്തരീക്ഷം വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക. പഠിക്കുമ്പോൾ TV ഒക്കെ ഒന്ന് ഓണാക്കി വെക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി വെക്കുക. മൊബൈൽ നോട്ടിഫിക്കേഷൻ ഉണ്ടാകാതിരിക്കുക. വീട്ടിലെ ഒരു ശബ്ദം അലങ്കോലം ഒന്നും വരാതെ കേൾക്കാത്ത തരത്തിൽ കുട്ടിക്ക് പഠിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുക. ഇതൊക്കെ കുട്ടിയുടെ ശ്രദ്ധയെ തകർക്കുന്ന കാര്യങ്ങളാണ്. ഹോംവർക്കിനിടെ TVയും മറ്റു ഉപകരണങ്ങളും ഒക്കെ ഓഫാക്കി ഡിസ്ട്രാക്ഷൻ കുറയ്ക്കുന്നത് കുട്ടിയെ നന്നായിട്ട് അവർക്ക് ആത്മവിശ്വാസത്തോടെ പഠിക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കും. അതിനുള്ള വഴി ലളിതമാക്കുക. പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടേബിളും ചെയറും അവർക്ക് സ്വന്തമായിട്ട് കൊടുക്കുക. ആവശ്യമായിട്ടുള്ള പുസ്തകങ്ങൾ മുൻകൂട്ടി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ കൊടുക്കുക. പഠന സമയത്ത് മൊബൈൽ മാതാപിതാക്കളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് പറയാം. ഓൺലൈനിലുള്ള ക്ലാസ്സുകളൊക്കെയാണ്. ആ ഒരു ടൈമിൽ മാതാപിതാക്കളുടെ മേൽനോട്ടം അവരിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ മൊബൈലിലൊക്കെ നോക്കി എഴുതുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ മൊബൈലിൽ നോക്കി ചില കാര്യങ്ങൾ പഠിക്കുന്ന സമയങ്ങളിലൊക്കെ മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നാലാമത്തെ കാര്യം, ചെറിയ വിജയങ്ങൾ കൊണ്ട് തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക. സ്മോൾ വിൻസ്. കുട്ടിക്ക് പഠനം ഒരു വലിയ മല പോലെ തോന്നിയാൽ അവർക്കത് തുടങ്ങാൻ പോലും കഴിയില്ല. അതിനാൽ ടാസ്ക് ചെറിയ ഭാഗങ്ങളാക്കിയിട്ട് അവർക്ക് കൊടുക്കുക. ഓരോ രാത്രി ഒരു ചെറിയ ഭാഗം മാത്രം എന്ന രീതിയിൽ പ്ലാൻ ചെയ്യാം. ഉദാഹരണത്തിന് മാത്സ് 10 മിനിറ്റ് മാത്രം മതി. ഇംഗ്ലീഷ് ഒരു പാരഗ്രാഫ് വായിക്കുക, അല്ലെങ്കിൽ 5 വാക്കിന്റെ അർത്ഥം പഠിക്കുക. സയൻസ് 5 ചോദ്യങ്ങൾക്ക് അതിനുള്ള ഉത്തരവും കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് കുറച്ച് പഠിപ്പിച്ചു കൊണ്ടുവരിക. ഒരു പഠിക്കാത്തൊരു കുട്ടിയെ ഇരുത്തി അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കടാ പഠിക്കടാ എന്ന് പറഞ്ഞിട്ട് അതൊരു കാര്യമില്ല. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ പ്രശംസിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നന്നായി ചെയ്തു നീ എന്നൊക്കെ ഒന്ന് പറഞ്ഞ്
അവർ ചെയ്ത കാര്യത്തെക്കുറിച്ചിട്ട് അവരുടെ പുരോഗതിയെക്കുറിച്ചിട്ട് ഒന്ന് പ്രശംസിക്കുക. ഇത് കുട്ടിയുടെ ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടിയിട്ട്, ഉയർത്താൻ വേണ്ടിയിട്ട് സഹായിക്കും. അഞ്ചാമത്തെ കാര്യം, പഠിക്കൂ എന്നല്ല, എങ്ങനെ പഠിക്കണം എന്നാണ് നിങ്ങൾ പഠിപ്പിക്കേണ്ടത്. കുറേ പുറകെ നിന്ന് പഠിക്കട എന്ന് പറയുന്നതിലും നല്ലത് പഠിക്കേണ്ടത് എങ്ങനെ എന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ്. പല രക്ഷിതാക്കളും നേരെ തിരിച്ചാണ്. പല കുട്ടികൾക്കും പഠിക്കാനുള്ള രീതി അറിയില്ല. വെറുതെ വായിച്ചിട്ട് വിടും, മറന്നുപോകും. അതിനാൽ വീട്ടിൽ ലളിതമായിട്ടുള്ള രീതികൾ ഉണ്ടാക്കുക. വായിക്കുക, അടയ്ക്കുക, പറയുക. വായിക്കുക ഒരു കാര്യം, അതിനുശേഷം പുസ്തകം അടച്ചു വെക്കുക, അതിനുശേഷം അതൊന്ന് പറഞ്ഞു നോക്കാൻ പറയുക. ഈ രീതിയിലൊക്കെ ചെറിയ കാര്യങ്ങളൊക്കെ മാറ്റങ്ങളൊക്കെ വരുത്തുക. ഒരു ചെറിയ ഭാഗം വായിച്ചിട്ട് പുസ്തകം അടച്ചു വെച്ചിട്ട് കുട്ടി അതിനെ സ്വന്തം വാക്കിൽ പറഞ്ഞു തരട്ടെ. നിങ്ങളും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒപ്പം ഇരിക്കണം. പിന്നെ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുട്ടിയോടൊപ്പം ഒരിക്കലും പോയിരിക്കരുത്. പഠിപ്പിക്കാനല്ല നമ്മൾ ഇരിക്കേണ്ടത്. അവരെ ടീച്ചറും നമ്മൾ വിദ്യാർത്ഥിയുമാകുക. നീ ഇതൊന്ന് വായിച്ചു നോക്കി പഠിച്ചതിന് ശേഷം എന്നെ ഒന്ന് പഠിപ്പിച്ചു തരാമോ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ വിദ്യാർത്ഥിയും നമ്മളെ മക്കള് അധ്യാപകരുമാകുന്ന, ടീച്ചറുമാകുന്ന രീതിയിലേക്ക് മാറ്റുക. നീ ആദ്യം ഇതൊന്ന് വായിക്കുക, എന്നിട്ട് എന്നെ ഒന്ന് പഠിപ്പിച്ചുകൊണ്ട. കുട്ടി സ്വന്തം വാക്കിൽ നമുക്ക് വിശദീകരിച്ച് തരട്ടെ, പഠിച്ച കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. പിന്നെ ദിവസേന ഒരു 10 മിനിറ്റ് റിവിഷൻ. ഇന്ന് പഠിച്ച കാര്യങ്ങൾ രാത്രി ഒന്ന് ആവർത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത് ഒരു കണ്ടിന്യൂവേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കും. ആറാമതായിട്ട്, പ്രഷർ കുറച്ച് ആ ഒരു നിയമവും ചട്ടക്കൂടും ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ അത് സ്ഥിരമായിട്ട് പാലിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വല്ലാണ്ട് ഒച്ചയെടുത്ത് കയർത്ത് സംസാരിച്ച് പ്രയാസങ്ങൾ ഉണ്ടാക്കുക, അടിപിടി ഉണ്ടാക്കിയിട്ട് ആകെ പ്രയാസങ്ങൾ ഉണ്ടാക്കുക, സ്ഥിരം മറ്റു കുട്ടികളൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുന്ന പ്രശ്നങ്ങൾ അങ്ങോട്ട് മാറ്റിവെക്കുക. ഇതൊക്കെ ഒന്ന് കുറച്ച് സമയമൊക്കെ നിയന്ത്രണമൊക്കെ ഉണ്ടാക്കി വെച്ചുകൊണ്ട്, പക്ഷെ ദീർഘകാലത്തേക്ക് കുട്ടികളുടെ മനസ്സ് തകരാൻ കാരണമാകുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റണം. സ്ഥിരതയുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക, റുട്ടീൻ ഉണ്ടാക്കുക. കുട്ടി സഹകരിക്കാൻ അത് സഹായിക്കും. കൂടെ റുട്ടീനും കൂടെ പാലിച്ചു കഴിഞ്ഞാൽ പ്രത്യേകമായിട്ട് അവരെ പ്രശംസിക്കുകയും ചെറിയ ചെറിയ ഗിഫ്റ്റുകളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യാം. ചെറിയൊരു നിയമം വെക്കുക. പഠിക്കാനുള്ള സമയം പഠിക്കാൻ മാത്രം മാറ്റി വെക്കുക, കളിക്കാനുള്ള സമയം കളിക്കാൻ മാത്രം മാറ്റി വെക്കുക. ഇനി ചിലപ്പോൾ ഹോംവർക്ക് ഒക്കെ കൂടുതലുണ്ടാവും. അന്നേരം ചെയ്യേണ്ടത് പഠിക്കാനുള്ള സമയവും കളിക്കാനുള്ള സമയവും അല്ല കട്ട് ചെയ്യേണ്ടത്. ഇവരും മൊബൈലിൽ കളിക്കുന്ന സമയം, അതായത് സ്ക്രീൻ ടൈം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് ശാന്തമായിട്ട് സ്ഥിരമായിട്ട് ആ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഏഴാമതായിട്ട്, ടീച്ചറുമായിട്ടുള്ള കൂട്ടായ്മ ഉണ്ടാകുക, പഠിപ്പിക്കുന്ന അധ്യാപകരുമായിട്ട്. കുട്ടി ഒരു വിഷയത്തിൽ തുടർച്ചയായി ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ ആ വിഷയം പഠിപ്പിക്കുന്ന ടീച്ചറോട് സംസാരിച്ച് സഹായ മാർഗങ്ങൾ ചോദിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഏത് ചാപ്റ്ററാണ് വീക്ക്, ക്ലാസ്സിൽ ശ്രദ്ധയുണ്ടോ, എവിടെയാണ് മിസ്സായിട്ടുള്ളത്, ഹോംവർക്ക് എങ്ങനെയാണ് എന്നിങ്ങനെ ചെറിയ ഫീഡ്ബാക്ക് കിട്ടിയാൽ വീട്ടിൽ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. എട്ടാമതായിട്ട്, ചെറിയൊരു ചലഞ്ച് എടുക്കുക. വീട്ടിൽ തന്നെ ഒരു 10-14 ദിവസം, ഇന്ന് തന്നെ തുടങ്ങാവുന്ന ഒരു 2 ആഴ്ചത്തെ പ്ലാന്. ഒരു ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ സമയവും സ്ഥലമൊക്കെ ഫിക്സ് ചെയ്യുക. ഒരു 45 മിനിറ്റ് മാത്രം ഒരു ചെറിയ ടാസ്ക് കൊടുക്കുക പഠിക്കാൻ വേണ്ടിയിട്ട്. ഒരു 4 മുതൽ 7 ദിവസം വരെ ഒരു 2-3 ദിവസത്തേക്ക് പറഞ്ഞു തരൂ, നീ പഠിച്ച കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. രാത്രി ഒരു 10 മിനിറ്റ് ഒന്ന് റിവിഷൻ നടത്തുക. അതിനുശേഷം ഡേ 8 മുതൽ ഒരു 14 ദിവസത്തേക്കോ സബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്തിട്ട്, വീക്കായിട്ടുള്ള സബ്ജക്റ്റ് പ്രത്യേകിച്ചും ചെറിയ ടെസ്റ്റുകളൊക്കെ നടത്തുക. അവർ അതുവരെ എടുത്തിട്ടുള്ള എഫേർട്ടുകളെയും കാര്യങ്ങളെയൊക്കെ പ്രശംസിക്കുക. ഇത് ഓട്ടോമാറ്റിക്കലി തുടർന്നു പോകും. പിന്നൊരു ആഴ്ചയും കൂടെയാണ് കടന്നത്. ഒരു 21ാമത്തെ ഒരു ദിവസമാണ് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ അവർ കണ്ടിന്യൂസ് ആയിട്ട് അത് ഫോളോ ചെയ്യുന്നത് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുട്ടികളുടെ പഠനത്തിന് ഫൗണ്ടേഷൻ ശക്തമാക്കാൻ വായന, എഴുത്ത്, കോംപ്രഹെൻഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട്, പഠനശീലം സ്ഥിരപ്പെടുത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സ്ലോ ലേണേഴ്സിന് വ്യക്തിഗത പിന്തുണ നൽകാൻ വേണ്ടിയിട്ട് രാമനാട്ടുകരയിലെ അക്ഷര കളരിങ് FLPS അക്കാദമി ബൈപ്പാസ് ഫ്ലൈ ഓവറിനടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെയുണ്ട് ഞങ്ങൾ. ഓരോ കുട്ടിക്കും വ്യക്തിഗതമായിട്ടുള്ള ശ്രദ്ധ നമ്മളിവിടെ കൊടുക്കാറുണ്ട്. അടിസ്ഥാന പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി അവരെ ശ്രമിക്കാറുണ്ട്. വായന, എഴുത്ത് അത് മനസ്സിലാക്കാൻ, കൂട്ടി വായിക്കാൻ, കേട്ടെഴുതാനും ശക്തമാക്കുന്ന ഒരു പരിശീലനം, അവരുടെ അടിസ്ഥാന ശക്തമാക്കുന്ന ഒരു പരിശീലനം നമ്മുടെ സ്ഥാപനത്തിൽ കൊടുക്കുന്നുണ്ട്. പഠന റുട്ടീൻ ട്രാക്കിങ്, സ്ഥിരം ഫോളോ അപ്പ്, ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നു. ആത്മവിശ്വാസം ഉയർത്തുന്ന അല്ലെങ്കിൽ സമ്മർദ്ദമില്ലാത്തൊരു പഠന രീതിയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. നമ്മൾ കുറെ സ്കൂളിലെ പുസ്തകങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതിനപ്പുറം കുട്ടിക്ക് എവിടെയാണോ കുറവുള്ളത് അവിടെ ക്ലിയർ ചെയ്ത് കൊടുത്തുകൊണ്ട്, എനിക്ക് പഠിക്കാനാവില്ല എന്നുള്ള പേടി മാറ്റി എനിക്ക് കഴിയും എന്ന്
ഒരു ആത്മവിശ്വാസത്തിലേക്ക് അവരെ പടിപടിയായി ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് FLPS അക്കാദമി നിങ്ങളുടെ കൂടെയുണ്ട്. ഞാൻ എബി കൈലാസ് ആണ് നിങ്ങളോട് സംസാരിച്ചത്. FLPS അക്കാദമിയിൽ നിന്ന് 8943756562. എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിൽ 2 മാസം തുടർച്ചയായിട്ട് എല്ലാ ദിവസവും വെക്കേഷൻ ക്ലാസ്സിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അക്ഷരങ്ങൾ എഴുതാനും വായിക്കാനും തുടങ്ങി അവരുടെ അക്കാദമിക് അടിസ്ഥാനം, അടുത്ത വർഷത്തേക്ക് വേണ്ട അക്കാദമിക് അടിസ്ഥാനം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നഷ്ടപ്പെട്ടു പോയ കാര്യങ്ങൾ അവരിലേക്ക് ആ ഒരു ബേസിക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. തുടർന്ന് എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും അതിൻ്റെ ഫോളോ അപ്പ് ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ബന്ധപ്പെടാവുന്നതാണ്. എൻ്റെ വാക്കുകളെ ശ്രവിച്ചതിന് നന്ദി. താങ്ക് യു.